സണ്ണി സണ്ണി അത് കൊള്ളാം. ഇന്നലെ രാത്രി ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അതെ, ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നേരം വളരെ ഇരുട്ടി. കലാപരിപാടിയോ? എന്ത് കലാപരിപാടി? ഇവിടെ ആരാ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നത്? ഇവിടെ ആരും പഠിക്കുന്നില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇന്നലെ മുകളിലത്തെ മുറിയില് ആരോ ചെലങ്ക കിട്ടി നൃത്തം ചെയ്യുന്ന കേട്ടു. ചെലങ്ക കേട്ടോ? ആ സണ്ണി അത് ശരിക്കും കേട്ടോ? കേട്ടു, പക്ഷെ ആർട്ടിസ്റ്റിനെ കണ്ടില്ല. മുകളിലെ തെക്കേ അറ്റത്തെ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. രാത്രി അതിൻ്റെ അകത്ത് ആരാ കിടക്കാറ്? ഇല്ല, അതിപ്പോ പൂട്ടാറില്ലല്ലോ. തെക്കിനി മുറിയാ, അതിലാരും കിടക്കാറുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. നമുക്കൊന്ന് പോയി നോക്കാം. ചായ പിന്നെ കുടിക്കാം. ആ കണ്ണാടി എടുത്ത് വാ. ഇത് പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിയിട്ടില്ല? അത് ശരി. അപ്പൊ ഇതാണ് നകുലൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ തെക്കിനി അല്ലേ? അയ്യോ, ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ? മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. ഈ മറ്റേ പാർട്ടി എവിടെ? ആ നർത്തകി വാ. അതാണ്. എനിക്കപ്പോ തെറ്റി, പാടെ തെറ്റി. എന്താ? ആ കാരണവര് വെറും പാവ, പരമശുദ്ധൻ. അതെന്താ? ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥന്റെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാരണവര് പിടിച്ചോണ്ടുപോയി എനിക്കൊരു പരാതിയില്ല. എങ്ങനെ പിടിച്ചോണ്ടുപോയിരിക്കും? എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി. സണ്ണിക്ക് ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് കാണണ്ടേ? വാ. ദേ, അപ്പൊ ഇവിടെ വന്നാണ് പണ്ട് നാഗവല്ലി ഒരു മുറൈ വന്ന് പാരായോ പാസലേ നടിവാരായോ. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ അതവിടെ എവിടെയെങ്കിലും കാണുന്നേ? അയ്യോ, എന്റെ ചായ തണുത്തു, എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള. താൻ നടക്കുമ്പോ എന്തോ ഒരു ശബ്ദം, താൻ നടക്കുമ്പോ എന്തോ ഒരു കിലുക്കംന്ന്. ചിലങ്ക ഇതെവിടെ കിട്ടി? ആ തളത്തിന് കിട്ടിയതാ. അത് ശരി, താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടോണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ? പിന്നെ എന്തിനാ പോക്കറ്റ് ഇട്ട്? അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാല്, അല്ല പോക്കലിട്ട് നടന്നാലേ വേറെ ചിലങ്ങനെ ശബ്ദം കേൾക്കുമെന്ന് അറിയാനാ. ഓഹോ, അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. എന്തായാലും വേണോ? എന്നാ പൊയ്ക്കോ. കിണ്ടി അല്ല, കിണ്ടി 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 കിണ്ടി. എന്താ ഇങ്ങനെയുണ്ട്? എന്തിനാ ഇന്നലെ രാത്രി വന്ന് അങ്ങനെ വിളിച്ചത്? അതും ചികിത്സയുടെ ഭാഗമായിരിക്കും. ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേ? എന്തോന്നാ? ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാണെന്നുള്ള ഹരിച്ചും ഗുണിച്ചും നോക്കുന്നത് നല്ലതല്ലേന്ന്. അയ്യോ, എടി കൊച്ചേ, നിന്നെ അയാൾ ജനലിന്റെ ഇടയിൽ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു. അയാൾ ആള് പെശകാ. വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അമ്പലത്തിലൊക്കെ പോവാം.
ആ എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്താ? അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടുപോ. എന്തിന്? എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കയറി കിടക്കാം. കിടക്കട്ടെ. അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം. മുറപ്പെണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്. ബാല്യത്തിലെന്ന പോലെ ഞാനതൊക്കെ ഒന്ന് കാണട്ടെ, ഒന്ന് പഠിക്കട്ടെ. അത് വേണോ? വേണം 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 വേണം. അത് വേണം നകുല. പാവം, ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. അതെന്താ? പഴയ പാർട്ടികളാ ഇക്കണക്കിനാ എന്റെ ട്രീറ്റ്മെന്റ് എങ്കില് ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാ ഈ പറയുന്നേ? അപ്പോ നകുലേട്ടനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം മാത്രമേ കാണൂ. അതെ അതെ ശരിയാ. നിങ്ങളുടെ ഈ മാടമ്പള്ളി തെക്കിനിയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. തെക്കിനില്ലോ? എന്താ? വേറൊന്നുമല്ല, അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വില പിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. എന്താ ഇത് കണ്ടോ? ഇതെവിടുന്ന് കിട്ടി? ഇതാ നാഗവല്ലിയുടെ ചിലങ്ക. അതായത് 150 പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ എന്നാ തെറ്റി. ഇതാ ചിലങ്കയല്ല. ഇതിന് 5 വർഷത്തെ പഴക്കം പോലുമില്ല. എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് തോന്നാം, പക്ഷെ ഒറിജിനൽ അല്ല. ചുമ്മാ ഇരി സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നും പറഞ്ഞ് ഞാനും കുറച്ചു വർഷം ഉറക്കം അടച്ചതാ. ഇത് അത് തന്നെയാ. ഗംഗയ്ക്കൊരു ചുക്കും അറിയില്ല. ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന് എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവല്ലിയുടെ ചിലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 വേണ്ട 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 വേണ്ട. നമ്മൾ തമ്മിൽ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. പോയി പണിയോ പോ. എന്താ സണ്ണി, എന്തു പറ്റി? ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യന്റെ ഒരുമാതിരി. ബാക്കിയുള്ളവരൊക്കെ മത്തായി കുട്ടിമാരല്ലേ. തന്റെ ഭാര്യയൊക്കെ സംഭവിച്ചു. എന്നാലും നീ എന്താണ് ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ? പോട്ടടാ. ആ പോട്ടെ. അതാ പൊക്കെ, ഞാൻ പിന്നെ വന്നോളാം. ആ. யாரது? 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 ഞാൻ ശങ്കരൻ തമ്പി. ദ്രോഹി! കഥവ തുറ! തുറ കഥവ!
யாரு? நானா? சண்டாளா, என்னையா யாருன்னு கேக்குற? நான் தாண்டா நாகவல்லி. எதுக்காக வந்த? உன்னை கொல்றதுக்கு, உன்னை கொன்னு உன் ரத்தத்தை குடிக்கிறதுக்கு. உன்னால என்ன கொல்ல முடியாது நாகவல்லி? கொல்லுவேன், கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். அப்பத்தான் என் ஆத்திரம் அடங்கும். அப்ப துர்காஷ்டமி அன்னைக்கு வா. இப்ப போ நாகவல்லி, போ. போறேன், இப்ப போறேன். நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன், உன் ரத்தத்தை குடிப்பேன். നകുലകുട്ടിയെ, ഇനി ഭയപ്പെടാനൊന്നുമില്ല. എന്റെ മുജ്ജന്മ സുഹൃതം കൊണ്ട് കാര്യങ്ങളൊക്കെ നേരെയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മത്തൻ നമ്പൂരിപ്പാട് ഒരു കേസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാരണമോ ആവാഹനമോ ഉച്ചാരണമോ ആവാഹനമോ വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പിന്നെ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം മുതൽ നടത്തണത്രേ. താങ്കൾ തടസ്സമൊന്നും പറഞ്ഞേക്കരുത്. കുടുംബത്തിന്റെ മൊത്തം കാര്യ. ഉത്സവം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഒരു എതിർപ്പുമില്ല. പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ അമ്മാവൻ ഈ മന്ത്രവാദികളെയൊക്കെ. താൻ എന്ത് പാടോ ഈ പറയുന്നത്? താനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വലിയ അപകടമാ. മരുന്ന് കുത്തിവെച്ച് മയക്കി കിടത്തിക്കളയും. ആ, ഇവിടെ വന്ന അങ്ങേരാണെങ്കിൽ പെണ്ണുങ്ങൾ ഇടയ്ക്കൊന്നും മാറുകയില്ല. എന്ത് അങ്ങേര്? ഉണ്ട് ദേ പോണു. എവിടെ? ദേ പോണു. ദേ അവിടെ. ചേടാ, ഇയാൾ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? ഡോക്ടറാണ് പോലും. എന്ത് ഡോക്ടർ? ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ അളിയോ, തമ്പിളിയാ, ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് കഴിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് കയറിയല്ലേ? എന്താ താൻ എന്താ തന്നെ പഠിക്കുന്നത്? BA. എന്താ തന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. ഹിന്ദിയാ? അല്ല, ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? എന്നോട് കളിക്കരുത്, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. താൻ കോളേജ് മിമിക്രി കാണിക്കാറുണ്ടോ? ഇല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എതുക്ക് എപ്പടി തമിഴ പേശലാൻ? എടോ, തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ താഴെ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങളും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. വിടത്തില്ല ഞാൻ. താൻ രാത്രി പുറത്തോടെ അവിടെ കറങ്ങി നടക്കുന്നത് മൂത്രം ഒഴിക്കാനോ? ഇതിനും വേണ്ടി തനിക്ക് മാത്രം മൂത്രം എവിടെ ഇരിക്കുന്നത്? ഞാൻ കൊന്നില്ലല്ലോ. സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ രഹസ്യമൊക്കെ അറിയണം. എല്ലാരും കൂടെ എന്നെ ശ്രീദേവി ചേച്ചി വെറുതെ പ്രാന്തിയാക്ക. എനിക്കറിയാം. ചന്തുക്കുട്ടാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവാണെന്ന്. ഈ നാട്ടിൽ ആരോടും ഒരു തമാശ പോലും പറയാൻ പറ്റില്ലെന്ന് വെച്ചാ ഇത് കൊടുക്ക. എല്ലാരും വലിയ സീരിയസാ. വാ 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 വാ. ഞാനിപ്പോ ചന്തുവിനോട് തമാശ അല്ലാത്തൊരു കാര്യം പറയാൻ പോവാ. രാത്രികാലങ്ങളിൽ ചന്തു പുറത്തിറങ്ങി നടക്കരുത്. നിങ്ങളുടെ ഈ തറവാട്ടിൽ അടുത്ത് തന്നെ ഒരു കൊലപാതകം നടന്നേക്കാം. എന്താ എന്റെ മുഖത്ത് നോക്കിയിട്ട് തമാശ പറയാണെന്ന് തോന്നുന്നോ? തമാശയല്ല, ഏത് നിമിഷവും സംഭവിക്കാം.
ഇന്നല്ലെങ്കിൽ നാളെ. ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല. ഇപ്പൊ ചന്തു മാത്രമേ ഇതറിഞ്ഞിട്ടുള്ളൂ. ഇവിടെ വേറെ ആരും ഇതറിയാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? എങ്കിലും ഈ ഏവൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെ? ഏവൂരോ? അതങ്ങ് ദൂരെയാ. അതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇന്ന് അവിടം വരെ ഒന്ന് പോണം. താമസിക്കണ്ട, അല്ലിയുടെ സൈക്കിളിൽ പോവാം. അയ്യോ, 10-70 കിലോമീറ്റർ ഉണ്ട്. ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ സൈക്കിളിൽ തന്നെ പോവാം. ചെന്ന് അല്ലിയുടെ സൈക്കിൾ എടുത്തു. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. നിനയാത്ത നേരത്തൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. ആരുമില്ലേ ഇവിടെ? ആരാ? ഞങ്ങൾ പുല്ലാറ്റുപുറത്തുനിന്ന് വരിക. ബ്രഹ്മദത്തൻ നമ്പർ ഒരുപാട് പറഞ്ഞു വിട്ടതാ. ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർത്തും തന്നേച്ചിട്ടുണ്ട്. ഉച്ചാടനത്തിനും ആവാഹനത്തിനുള്ള ചാർത്ത. തിരുമേനി ദുർഗാഷ്ടമി നാളിൽ രാവിലെ ഇവിടെ എത്തും. അപ്പോ പരിഭ്രമിക്കാൻ ചിലതൊക്കെ ഉണ്ടെന്നാണല്ലോ. അതൊക്കെ തിരുമേനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ. ഈ ചാർത്തം പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴീ തറവാട്ടിലുള്ളവരെല്ലാം വേലക്കാര് സഹിതം എല്ലാ കാര്യത്തിലും ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് പെരുമാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വല്ലതും കാണുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, വല്ലതും കഴിച്ചിട്ട് വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? ഇവിടെ നിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ടെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരുമേനി വരണ വരെ ശ്രീദേവിയെ സൂക്ഷിക്കണം. അത്രേ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. തനിക്ക് എന്താ ഇത്ര നിർബന്ധം? എന്ത് ചെയ്യണം? ഞങ്ങൾ തീരുമാനിച്ചോളാം. പൂട്ടിയിടണം എന്നാ എന്റെ അഭിപ്രായം. തന്നെയാ ശരിക്കും പൂട്ടിയിടേണ്ടത്. തൊടലും പൊട്ടിച്ചിറങ്ങിയിരിക്കുക. അമേരിക്കന്ന് അത്രേ. ആ, കത്തി പിച്ചാത്തി വെട്ടുകത്തി ഈ ഇനത്തിൽപ്പെട്ട വല്ലതും ഇവിടെ ഇരിപ്പുണ്ടോ? അയ്യോ, ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസരം ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ ഇവിടെ പെരുമാറാനുള്ളതാ. ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ മതി. ഈ വക സാധനങ്ങളൊന്നുമില്ലല്ലോ. ഉണ്ട് ചന്തു. ദേ ഒരു പപ്പടം കുത്തി. ദാ. പോരട്ടെ. ഇത് ഇത് ഇതാ ആരാ ഇവിടെ കൊണ്ടിട്ട്? ഇത് നകുല! നകുല! നകുല!
വിഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന്. ശ്രീദേവിയെ പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണമെന്ന്. ഡോക്ടറോട് പറ, ചെന്ന് പറ അയാളോട് ആ കലക്കിയ വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. ചാകട്ടെ, ഞാൻ ചാകട്ടെ. എന്തായാലും വിചാരിച്ചിരിക്കുന്നത്. അത് ചെയ്തത് ഞാനാണോ? പറ പറ, ഞാനാണോ അത് ചെയ്തത്? പറ, ഞാനാണോ അത് ചെയ്തത്? പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം പഴം തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി വിരഹഗാനം വിതുമ്പി നിൽക്കും വീണ പോലും മൗനമായി വിധുരയാമി വീണ പൂവിൻ ഇതളറിഞ്ഞ നൊമ്പരം കന്മതിലും കാരിരുളും കണ്ടറിഞ്ഞ വിങ്ങലുകൾ പഴം തമിഴ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി
കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമെനഞ്ഞ പൈങ്കിളി സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ പൊഴിഞ്ഞു പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണോ വിരസമായൊരാദിതാളം പഴം തമ്മിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവമാ. ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവന് പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ല. 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക. അത്രേ ഉള്ളൂ. അറിഞ്ഞില്ലേ, നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ്. കാണാൻ പോണ്ടേ? ബോറടിക്കും, കാണണം. ഏയ്, നാട്ടും പുറത്തൊക്കെ വന്നിട്ട് ഇനി ഉത്സവം കണ്ടില്ല എന്ന് വേണ്ട. ശരി, എങ്കിൽ പോവാം. ഇറങ്ങിക്കോ, ഞാൻ റെഡിയാണ്. 1 മിനിറ്റ്. ആ, എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കുക കഥകളി കാണാൻ. ശ്രീദേവിയെ? ആ, എന്ത് പണി അവര് കാണിച്ചേ? കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് അമ്മാവന് നിർബന്ധം. നിന്നെ അവഗണിച്ച് അവരിവിടെ ആവാഹനവും മറ്റും നടത്താൻ പോവല്ലേ. സാരല്ല, എങ്ങനെ വരുമെന്ന് നോക്കാം. ഗംഗ എവിടെ? സണ്ണി, ഗംഗ എവിടെ? സണ്ണി, ഗംഗ എവിടെ എന്നാണ് ചോദിച്ചത്. നോക്കാം.
ഞാനൊന്നും ചെയ്തില്ല, പറയുന്നേക്ക്. അവരാണ് എന്നെ വെറുതെ വിടനെ. ഞാൻ പറയുന്നേക്ക്, ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല, അവരാണ്. I know. Hold on. Come. I need your help. ഗംഗേ, Come. വന്നേ. അവിടെ ഞാൻ കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. അങ്ങേയറ്റം ക്ഷമയോടെ നീ അത് കേൾക്കണം. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. ആ രോഗി നിന്റെ ഗംഗയാണ്. ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ശ്രീദേവിയിൽ അസുഖം ആരോപിക്കപ്പെടുമ്പോൾ യഥാർത്ഥ രോഗി അടങ്ങിയിരിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. പക്ഷെ ആ രോഗി ആരാണെന്ന് മാത്രം പിടികിട്ടിയില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനിയിലെത്തിയത്. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എൻ്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ഗംഗയിൽ എന്തുകൊണ്ട്, എവിടെ വെച്ച്, എങ്ങനെ ഈ രോഗം ഉടലെടുത്തു? ഒരിക്കൽ നീയുമായിട്ടുള്ള വിവാഹാലോചന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗകാരണം? അതറിയാനാണ് അന്ന് ഞാൻ ശ്രീദേവിയും കൂട്ടി അമ്പലത്തിൽ പോകാൻ പറഞ്ഞത്. പക്ഷെ ഗംഗയ്ക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് എനിക്ക് വളരെ വ്യക്തമായി. പഴങ്കഥയിലെ നാഗവല്ലിയുടെ ഒരു കാര്യം പറഞ്ഞ് ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. ഗംഗ പ്രതികരിച്ചു, അതിശക്തമായി, അസാധാരണമായി. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്. ചില നേരങ്ങളിൽ ഗംഗ നാഗവല്ലിയായി മാറുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറില്ലേ, 11 വയസ്സുള്ള മുസ്ലിം ബാലിക 71 വയസ്സുള്ള ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ. പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും. സൈക്യാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ നാഗവല്ലിയാണ്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. അർദ്ധരാത്രിയിൽ നിന്റെ കിടക്കയിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും, ഏത് സെക്കൻഡിൽ ഉണരും ഒക്കെ അറിയാം. പകൽ സമയങ്ങളിൽ നിന്നോടൊപ്പം നടന്ന് നീ പോലും അറിയാതെ പലതും എറിഞ്ഞുടയ്ക്കുന്നു, കത്തിക്കുന്നു. രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ താനാണ് ചെയ്യുന്നതെന്ന സത്യം പാവം ഗംഗ അറിയുന്നില്ല. ഗംഗയിലെ മനോരോഗിയുടെ സഞ്ചാര ദിശയും ലക്ഷ്യവും കണ്ടെത്താനായി ഞാൻ അന്ന് അർദ്ധരാത്രിക്ക് തെക്കിനിയിലെത്തി. ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ തമിഴായിരുന്നു. ന്യൂറോസിസിൽ തുടങ്ങി സൈക്കോസിസിന്റെ, ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ മേഖലകളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത ഒരു കൊലപാതക പ്രവണതയുമായി നിൽക്കുകയായിരുന്നു ഗംഗ അന്നവിടെ. എന്തെങ്കിലും എനിക്ക് ചെയ്യണമെങ്കിൽ ഗംഗയുടെ ബാല്യത്തെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ ചന്തുവിനെയും കൂട്ടി പുറപ്പെട്ടു ഗംഗ ജനിച്ചു വളർന്ന ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക്. ആ നാട്ടുംപുറത്ത് ഒരു വലിയ തറവാടിന്റെ അകത്തളത്തിൽ മുത്തശ്ശിയോടൊപ്പം പുള്ളുവൻ പാട്ടും പഴങ്കഥകളും കേട്ടു വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെ 3 വയസ്സ് തികയും മുമ്പേ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉന്നത ഉദ്യോഗത്തിന്റെ തിരക്കുമായി കൽക്കട്ടയിലേക്ക് പോയ അച്ഛനമ്മമാർ. അച്ഛന്റെയും അമ്മയുടെയും വരവും കാത്ത്
ഉച്ചഗംഗ ദിവസങ്ങളോളം പടിപ്പുര വാതിലിൽ വിജനമായ വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും. പക്ഷേ ആരും വന്നില്ല. ഗംഗ SSLCക്ക് പഠിക്കുന്ന കാലം. ഗംഗയായിരുന്നു ആ സ്കൂളിന്റെ റാങ്ക് സ്വപ്നം. പരീക്ഷയ്ക്കുള്ള തത്രപ്പാടിനിടയിൽ ഗംഗ അറിയുന്നു, കൽക്കട്ടയിലെ പ്രസിദ്ധമായ ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ട് അച്ഛനമ്മമാർ വരുന്നു തന്നെ കൽക്കട്ടയിലേക്ക് പറിച്ചു നടാൻ. ആ കൊച്ചു മനസ്സ് പിടഞ്ഞു. പഠിപ്പ് നിർത്തിവെച്ച് രാത്രികളിൽ ഉറക്കമില്ലാതെ ഗംഗ അലഞ്ഞു നടന്നു ആരിൽ നിന്നൊക്കെയോ രക്ഷപ്പെടാൻ. പരീക്ഷയുടെ 1-ാം ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെപ്പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ് മിസ്ട്രസ് ഇന്ന് ഓർക്കുന്നു. അതായിരുന്നു ഗംഗയ്ക്കുണ്ടായ ആദ്യത്തെ സൈക്കിക് ഡിസോർഡർ. മുത്തശ്ശി ഒരുക്കിയ മന്ത്രവാദ കളത്തിൽ അനുസരണയോടെ അവളിരുന്നു. അച്ഛനമ്മമാർ പറന്നെത്തി. വന്നപാടെ അവർ ഗംഗയും കൊണ്ട് തിരിച്ചു പറന്നു കൽക്കട്ടയിലേക്ക്. അവിടെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കാണണം. അയാൾ എന്തെങ്കിലും മരുന്നും കൊടുത്തു കാണണം. എനിവേ, ഉണർന്നെഴുന്നേറ്റ ഗംഗ കഴിഞ്ഞതെല്ലാം മറന്നു. അവൾ കൽക്കട്ട നഗരത്തിന്റെ സന്തതിയായി. എങ്കിലും രോഗസാധ്യത, പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിക് ഡിസോർഡർ ഗംഗയിൽ ഉറങ്ങിക്കിടന്നു വർഷങ്ങളോളം. പിന്നെയായിരുന്നു നീയുമായിട്ടുള്ള വിവാഹം. വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ഗംഗ ഈ ഗ്രാമത്തെ പറ്റിയും ഈ തറവാട്ടുകെട്ടിനെ പറ്റിയും കേൾക്കുന്നു. ഗംഗ വന്നു നിന്നോടൊപ്പം. പക്ഷെ ഇവിടെ ഗംഗ എതിരേറ്റത് തിളങ്ങുന്ന ചമയങ്ങളും കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു. അടിച്ചമർത്തപ്പെട്ട നാഗവല്ലി എന്ന കഥാപാത്രത്തിനോട് തോന്നിയ സിമ്പതി പിന്നൊരു എമ്പതിയായി മാറി. തീഷ്ണമായ ഒരുതരം തന്മയി ഭാവം. താൻ നാഗവല്ലിയാണ് എന്നൊരു തോന്നൽ. ഗംഗയുടെ സ്വന്തം വ്യക്തിബോധത്തെ എന്നേക്കുമായി കീഴടക്കിക്കൊണ്ട് ആ മനസ്സ് പൂർണ്ണമായും നാഗവല്ലിയായി മാറാൻ തുടങ്ങുകയാണ്. അതനുവദിച്ചുകൂടാ, ചികിത്സിക്കണം. അതിനാദ്യം വേണ്ടത് താനൊരു രോഗിയാണ് എന്നുള്ള കാര്യം ഗംഗയെ ഒരിക്കലും അറിയിക്കാതിരിക്കുക എന്നതാണ്. ഇപ്പൊ നമ്മൾ 3 പേരെ കൂടാതെ ഈ കാര്യമെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയുണ്ട് ഈ വീട്ടിൽ, ശ്രീദേവി. ഒരിക്കൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഗംഗയുടെ രോഗം പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ അതൊഴിവാക്കാനായി ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി. പിന്നീട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി 1000 തവണ വേണമെങ്കിലും ഭ്രാന്തിയായി അഭിനയിക്കാമെന്ന് ഏറ്റവളാണ് അവൾ. ഈ വാതിലൊന്ന് തുറന്നേ. ഇതാരെ പൂട്ടിയേ? നകുലേട്ടാ, നകുലേട്ടാ, ദേ ഇത് കണ്ടില്ലേ? ഇന്നലെ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് വന്ന് മുറിയിൽ അഴിച്ചിട്ട ഡ്രസ്സാ. കണ്ടോ? സർവത്ര കീറി പറിച്ചു വെച്ചിരിക്കുന്നു. ദേ, ശ്രീദേവി ആയിരിക്കും. അല്ലാതെ പിന്നെ ആരാ? സാരമില്ല. ഇന്നലെ കഥകളിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ കണ്ടില്ലല്ലോ. ഉറക്കം വന്നിട്ട് എപ്പോഴാ തിരിച്ചു വന്നെന്ന് അറിയില്ല. അല്ല, മഹാദേവനോ എപ്പോ വന്നു? കുറച്ചു നേരമായി. അതും കൊള്ളാം. എന്നിട്ടാണോ നകുലേട്ട എന്നോട് പറയാതിരുന്നേ? നിങ്ങളിരിക്കെ, ഞാനിപ്പൊ കാപ്പി കൊണ്ടുവരാം. നകുല, എന്താ എന്താണിത്? എന്താ എന്താ ഈ കാണിക്കുന്നത്? കൂൾ ഡൗൺ, കൂൾ ഡൗൺ, റിലാക്സ്. ഏയ്, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഒരു മിനിറ്റ് പ്ലീസ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ വീട് പണ്ട് രാമനാഥൻ എന്ന നർത്തകൻ താമസിച്ചിരുന്ന വീടാണ്. ഗംഗയിലെ ചിത്തരോഗി നാഗവല്ലിയായി മാറുന്ന നിമിഷങ്ങളിൽ താങ്കൾ ഇവിടുത്തെ പഴങ്കഥയിലെ കാമുകനായ രാമനാഥനായി മാറുന്നു. നകുലൻ ക്രൂരനായ ആ കാരണവരും. ഇക്കഴിഞ്ഞ രാത്രിയിൽ കണ്ട ബലാത്സംഗ പ്രകടനം അത് ഗംഗയിലെ രോഗി നടത്തിയ നാടകത്തിലെ ഒരു നീണ്ട വാക്യമാണ്. അതിനർത്ഥം താങ്കൾ ഗംഗയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അല്ലിയുമായിട്ടുള്ള കല്യാണം മുടങ്ങും. രാമനാഥനായ താങ്കളെ തിരികെ കിട്ടും.
അങ്ങനെ ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ എല്ലാ വിചിത്ര സംഭവങ്ങൾക്കും അർത്ഥമുണ്ട്. അതെല്ലാം ഗംഗയിലെ രോഗി ഇവിടെ നിന്ന് കണ്ടെടുത്ത ശക്തമായ ചില കോഡുകളാണ്. പക്ഷെ ആ കോഡുകൾ ഇനി ഒരിക്കലും ഗംഗയിൽ നിന്ന് മാഞ്ഞു പോവില്ല. എന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗംഗയുടെ വ്യക്തിബോധം എന്നേക്കുമായി നാഗവല്ലിയുടേതായി മാറും. അതായത് മുഴുഭ്രാന്തി. പഴയ ഗംഗയ്ക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ആ രോഗഭാഷയിലൂടെ പുറത്തു വരാൻ ഇനി 2 കാര്യങ്ങളേ ഉള്ളൂ. നകുലിനെ ഏത് നിമിഷം വധിക്കപ്പെടും, ഗംഗ ആത്മഹത്യ ചെയ്യും. എനിക്ക് നകുലിനെയെങ്കിലും രക്ഷിക്കണം. അപ്പൊ ഗംഗയെ രക്ഷിക്കാൻ നകുലിനെ കൊലയ്ക്ക് കൊടുക്കണം. നകുലിനെ രക്ഷിച്ചാൽ ഗംഗ ആത്മഹത്യ ചെയ്യും. ഒരു മരണം അതൊഴിവാക്കാനാവില്ല. അവരിൽ ഒരാളെ എന്നേക്കുമായി മറന്നു കളഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. നമസ്കാരം. നമസ്കാരം. വരിക വരിക. വന്നോളൂ. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ തിരിക്കാം. അങ്ങോട്ട് ദാ. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്ക. ഞാൻ കൊടുത്തുവിട്ട ചാർട്ട് പ്രകാരമുള്ള ക്രിയകളൊക്കെ അത് നടക്കുന്നുണ്ട്. ഭാഗ്യായി. തമ്പിയുടെ മോളുകൂട്ടുടെ കാര്യം പ്രശ്നമായിരിക്കാൻ വിശദമായിട്ടൊന്ന് നോക്കുണ്ടായി. കുട്ടിക്കിപ്പോ ദശാസന്ധ്യ. ലേശം മനപ്രയാസൊക്കെ ഉണ്ടാവും. പക്ഷേ അഷ്ടമംഗലത്തിന് തറവാട്ടിന്റെ കാര്യം നോക്കിയപ്പോ ഇത്തിരി ഒന്ന് അന്താളിച്ചു. ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. അത്ഭുതം അവിടെയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണു. അല്ല, തമ്പി പരിഭ്രമിക്കണ്ട. ചിലപ്പോ ദൈവാധീനം കൊണ്ട് ഒക്കെ ഒഴിഞ്ഞു പോകാനും മതി. എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരത്? ഇത് കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടണില്ല. തിരുമേനി മറന്നു. നമ്മൾ തമ്മിൽ അമേരിക്കയിൽ. ഹൈ സണ്ണി. അമ്പട കേമാ സണ്ണി കുട്ട. നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ ഞാൻ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷിച്ചില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പകൻ തടിച്ചുട്ടോ. ഇവൻ ഇവിടെ ഉള്ളപ്പോ തമ്പിയുടെ മോളുടെ പ്രശ്നവും പറഞ്ഞ് എന്നെ വന്ന് കാണണമായിരുന്നോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയാ ഇവന്. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം പണ്ട് പാരാസൈക്കോളജിയിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കണ്ടായി, ഡൽഹി വെച്ച്. അന്ന് ബ്രാഡ്ലിയുടെ ജൂനിയർ ആയിരുന്നു ഇവൻ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിൽ ലോകപ്രസിദ്ധമായ 2 പ്രബന്ധങ്ങൾ ഇവന്റെയാ. ഈ നിൽക്കുന്ന രാവണന്റെ. തിരുമേനി, എനിക്ക് തിരുമേനിയോട് സ്വകാര്യമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. അപ്പൊ ഈ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയണു. ഇത്ര അടുത്ത കൂട്ടുകാരനായ സ്ഥിതിക്ക് തനിക്ക് അയാളോട് പറഞ്ഞുകൂടെ ഭാര്യയെ വിട്ട് വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാൻ? ഗംഗ സ്വബോധത്തോടെ
ഇനി കൂടിയാൽ 20 മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കൂ. അത്രയും സമയം കൂടി അവരൊരുമിച്ച് കഴിഞ്ഞോട്ടെ. സണ്ണി, താൻ എന്താ ഉദ്ദേശിക്കണേ? ആ പയ്യനോട് കാര്യം തുറന്നു പറഞ്ഞേക്കൂ, അയാളെങ്കിലും രക്ഷപ്പെടട്ടെ. ഇല്ല, എനിക്കിനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ്, ഇതിന് പരിഹാരം ഇല്ല. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. മനുഷ്യ മനസ്സിനെ തിരുമേനിയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ കാണുന്നത്. പക്ഷേ എനിക്കിവിടെ നിങ്ങളെയൊക്കെ നിഷേധിച്ചേ പറ്റൂ. ഞാൻ പഠിച്ചതിനെ മുഴുവൻ എനിക്ക് നിഷേധിച്ചേ പറ്റൂ. ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. എന്റെ നകുലിന് വേണ്ടി, അവന്റെ ഭാര്യയ്ക്ക് വേണ്ടി. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് സൈക്കാട്രി. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ശ്രമിച്ചോളൂ. പക്ഷെ എന്താ മാർഗം? ഗംഗയെ ചികിത്സിക്കാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം ചെന്നെത്തുന്നത് പതിവ് സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ വേണമെന്നില്ല. ബാല്യത്തിൽ ലക്ഷ്യക്കഥകൾ കേട്ട് മന്ത്രവാദക്കളങ്ങൾ കണ്ടു വളർന്നു വന്നതാണ് ഗംഗയുടെ മനസ്സ്. അവിടെ തൂകിപ്പോയ കടും ചായങ്ങൾ ഒപ്പിയെടുക്കാൻ തിരുമേനിയുടെ ഉപകരണങ്ങൾ എനിക്ക് വേണം. പിന്നെ തിരുമേനി എനിക്ക് വേണ്ടി ഒരുക്കി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷം. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ പുറകിലുണ്ട്. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണെന്ന്. ഞാനിപ്പോ ഗംഗയെ അതറിയിക്കാൻ പോവുകയാണ്. തിരുമേനി ഭയന്നു, എനിക്കറിയാം. അതറിയുന്ന നിമിഷം ഗംഗ അതിജീവിക്കില്ല. മരണം സംഭവിക്കാം. പക്ഷേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ഗംഗ അറിയണം താനൊരു രോഗിയാണെന്ന്. ആ നിമിഷത്തെ ഗംഗ അതിജീവിച്ചാൽ പ്രതീക്ഷയുടെ ഒരു നേർത്ത വഴി എനിക്ക് തുറന്നു കിട്ടും. ആ വഴിയിലൂടെ എനിക്ക് പോകാം. തിരുമേനി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഗംഗ അല്ലിക്ക് ആഭരണം വാങ്ങാനായി പോകാനൊരുങ്ങുകയാണ്. നീ അവിടെ ചെന്നിട്ട് ഗംഗയോട് പോകരുത് എന്ന് പറയണം. ഞാൻ ഇന്ന് വരെ അവളോട് അരുത് എന്ന് പറഞ്ഞിട്ടില്ല സണ്ണി. ഇന്ന് പറയണം. ഒരു ദാക്ഷിണ്യവുമില്ലാതെ പറയണം പോകരുതെന്ന്. എത്ര കേണപേക്ഷിച്ചാലും നീ സമ്മതിക്കരുത്. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. ഗംഗയോടുള്ള എല്ലാ സ്നേഹവും എടുത്ത് നീ നിന്റെ ഗംഗയെ തിരിച്ചു വിളിക്കണം. വെക്കോളൂ. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഗംഗേ, ഗംഗേ, നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്?
ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നകുലേട്ടാ, എനിക്കെന്താ നകുലേട്ടാ? നിനക്കൊന്നുമില്ല. ഉണ്ട്, എനിക്കെന്തോ ഉണ്ട്, എനിക്കെന്തോ ഉണ്ട് നകുലേട്ടാ. നിനക്കൊന്നുമില്ല ഗംഗ. നീ കരയാതെ. നകുലേട്ടാ, എന്നെ വെറുക്കല്ല നകുലേട്ടാ. ഗംഗേ, ഗംഗേ, ഗംഗേ. എന്നെ വെറുക്കല്ല നകുലേട്ടാ. ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഗംഗേ, നകുലേട്ടാ, നിനക്കെന്താ വേണ്ട? ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. എടാ സണ്ണി, എന്റെ ഗംഗ നീ എന്ത് ചെയ്യാനാടാ പോകുന്നത്? പറയടാ. അവളെ കണ്ട മന്ത്രവാദികളെയൊക്കെ ഏൽപ്പിക്കാനാണോ നിന്റെ പുറപ്പാട്? സമ്മതിക്കില്ലടാ, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. വേണ്ട, നീ ഇനി ഒരു അക്ഷരം പറയണ്ട. കണ്ടടാ ഞാൻ എന്റെ ഗംഗയെ. ഞാൻ അവളെ കൊണ്ടുപോകും, കൽക്കട്ടയിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും. പക്ഷെ നിന്റെ കയ്യിൽ ഇനി ഞാൻ അവളെ തരില്ല. എടാ, ഞാൻ പറയുന്ന കേൾക്കാൻ. നീ ഒന്നും പറയണ്ട. വിടാൻ കൊണ്ടുപോകാൻ പറ്റില്ല. സണ്ണി, ഞാൻ കൊണ്ടുപോകും. ഞാൻ പറയുന്ന കേൾക്കാൻ. സണ്ണി വിടാനാ പറഞ്ഞത്. വിടാൻ. സണ്ണി, നിന്റെ ഒരു ട്രീറ്റ്മെന്റും അവൾക്ക് ആവശ്യമില്ല. പൊയ്ക്കോ, നീ കൊണ്ടുപോയിക്കടാ. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നറിഞ്ഞോ, ലോകത്തുള്ള ഒരു മരുന്നിനും ഒരു സൈക്കാട്രിസ്റ്റിനും നിന്റെ ഗംഗയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഏത് വലിയ സൈക്കാട്രിസ്റ്റിനും ചെയ്യാൻ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം. വേണമെങ്കിൽ പുതിയൊരു ഗംഗയെ തന്നെ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം. പക്ഷെ അത് ജീവനുള്ള വെറും ഒരു കളിമൺ പ്രതിമയായിരിക്കും. അത് മതിയോടാ? എനിക്കും നിനക്കും പരിചയമുള്ള ആ ഗംഗയെ, ജീവസും തേജസ്സുമുള്ള നിന്റെ ആ പഴയ ഗംഗയെ തിരിച്ചു തരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിനൊരു രാത്രി കൂടെ നീ എനിക്ക് തരണം പ്ലീസ്. ഈ ഒരൊറ്റ രാത്രി കൂടെ പ്ലീസ്. എത്ര രാത്രികൾ വേണമല്ലോ എടുത്തോ സണ്ണി. എനിക്ക് അവളെ വേണം. അവളെ എനിക്ക് തിരിച്ചു വേണം. ഒരു പരീക്ഷണം അവശേഷിക്കുന്നു. ഞാനതിന് പുറപ്പെടുകയാണ്. ഗംഗ ചിലപ്പോൾ നിന്നെ ഉപദ്രവിച്ചെന്നിരിക്കും, പിച്ചു ചീന്തിയെന്നിരിക്കും, കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത മുറിവുകൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെന്നിരിക്കും. സണ്ണി, എനിക്കെന്തും വന്നോട്ടെ. അവൾ എന്നെ എന്ത് വേണേലും ചെയ്തോട്ടെ. കൊല്ലുതെങ്കിൽ കൊല്ലട്ടടാ. പക്ഷെ നീ എന്റെ ഗംഗ എനിക്ക് തിരിച്ചു തരണം. തിരിച്ചു താ സണ്ണി. തരാം. ഓം ഹ്രീം പുര ഘോര ഘോര തരതനി രൂപ ഘട ഘട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ കുംഭൽ സ്വാഹ. ഓം ഹ്രീം പുര പ്രസ്ഫുര ഘോര ഘോര തരതനി രൂപ ഘട ഘട പ്രജട പ്രജട കഹ കഹ വമ വമ ബന്ധ ബന്ധ കുംഭൽ സ്വാഹ. ആ വാഹനത്തട്ടിലേക്കാണ് നാഗവല്ലിയെ കൊണ്ടിരുത്തേണ്ടത്. അത് മഹാദേവനെ കൊണ്ടേ സാധിക്കൂ.
வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ திருமகள் துன்பம் தீர்த்தாயா அன்புடன் கையணைத்தாயோ உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா உனது உள்ளத்தில் உதய நிலவெனவே உலவிடும் பெண்ணும் கூத்தாட பருவ வெள்ளத்தில் புதிய மலரெனவே மடல்விடும் கண்ணும் கூத்தாட நீண்ட நாட்களாய் நான் கொண்ட தாபம் காதல் நோயாக விளைந்திடவே கால காலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே எழுந்தே இடைவரும் தடைகளும் உடைந்திடவே நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா തോം 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 ஒரு முறை வந்து பார்த்தாயா തജം തജം തകജം என் மனம் நீ அறிந்தாயோ തോം 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 മപസനി ദബമ സസാസ മമ മദദ സസാമ തോം 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 മപസനി ദബമ സസാസ മമ മദദ സസാമ തരികിട തകദം തരികിട തകദം തരികിട തകജണു തകതിത്തില്ലാന തകതി തരികിട തിത്തില്ലാന തകതി തരികിട ജണു തധിമിത തരികിട തോം 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 മപസനി ദബമ സാനീദ അങ്കനമാ മൗലിമണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴിക നൽകി ദേവി മാണിക്യവാസകർ മൊഴിക നൽകി ദേവി ഇളങ്കോവടികൾ ശീലമ്പു നൽകി തമിഴകമാകയും ശൃംഗാരാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാകയും ശൃംഗാരാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി ഓം ക്രീം പുരസ്പുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര നരദനി രൂപ ഛട ഛട പ്രചട പ്രചട
என்ன போக விடு, நான் அவனை கொல்லணும். விடு. ആരാണ്? சொல்ல மாட்டேன். ആരാണ് നീ? சொல்ல மாட்டேன். പറയില്ലേ? சொல்ல மாட்டேன். ഇരിക്ക. ആ കളത്തിലിരിക്കാൻ. ഇരിക്കവിടെ. നീ എന്തിനു വന്നു? கொல்றதுக்கு. ആരെ? அவனை கொல்றதுக்கு. இன்னைக்கு துர்காஷ்டமி. அவனை கொன்னு அவன் ரத்தத்தை நான் குடிக்கணும். അവനെ കൊല്ലാൻ നിന്നെ ഞാൻ സഹായിക്കാം. അവനെ കൊന്ന് നിന്റെ പ്രതികാരം അടങ്ങിക്കഴിഞ്ഞാൽ ഈ ദേഹം വിട്ടു പോവോ? സത്യം? സത്യം, സത്യം, സത്യം. കൊണ്ടുവാ അവനെ. உன்னை கொல்ல போறேன். ஓரத்தை குடிக்க போறேன். யாத்தத்தை தீர்த்துக்க போறேன். விடுங்க, அவனை கொல்லணும். கொல்ல. விடுங்க. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റെതാണ്. കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ്. യു ആർ ഗംഗ. യു ആർ ഗംഗ. നീ ഗംഗയാണ്. 3 സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. റിലാക്സ്. ടെൽ മീ, ഹു ആർ യു? പറയൂ, നീ ആരാണ്? ഐ എം ഗംഗ. മുഴുവനും പറയൂ. ഗംഗ നകുലൻ. ഗംഗ ഇപ്പോൾ സന്തോഷവതിയാണ്. വളരെ വളരെ സന്തോഷവതിയാണ്. ഇസ്ന്റ് ഇറ്റ്? യെസ്.
ഗംഗ പൂർണ്ണമായും രോഗവിമുക്തയായിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്കപ്പ്, വേക്കപ്പ്, വേക്കപ്പ്. കം ഓൺ. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? ഗംഗയ്ക്കൊരു രോഗം ഉണ്ടായിരുന്നു, രസകരമായൊരു രോഗം. അതിനെ വേരോടെ ഞാനിങ്ങി പറിച്ചെടുത്തു. ഒരിക്കലും ഒരിക്കലും ഗംഗയ്ക്ക് ഇനി അതുണ്ടാവില്ല. അതിന് ഞാനാണ് ഉറപ്പ്. എനിക്കറിയാം. എനിക്ക് സണ്ണി വിശ്വാസമാണ്. താങ്ക് യു സണ്ണി. കഴിഞ്ഞതൊക്കെ അറിയണമെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള നിങ്ങളുടെ സ്വകാര്യമായ ഏതെങ്കിലും സമയത്ത് ഒരു തമാശ കഥ പോലെ നകുലിനെല്ലാം പറഞ്ഞുതരും. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക്. വേണമെന്നില്ല സണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി. നന്ദിയുണ്ട് പലരോടും, ശ്രീദേവി ചേച്ചിയോടും സണ്ണിയോടും ഒക്കെ. പക്ഷേ എത്ര ജന്മങ്ങൾ നന്ദി പറഞ്ഞാലും തീരാത്തത് എന്റെ നകുലേട്ടനോടാണ്. ഇത്രയും ഇത്രയും എന്നെ സ്നേഹിക്കുന്നതിന്. കേട്ടില്ലടാ, കേട്ടില്ലേ? ഈ നിൽക്കുന്ന നിന്റെ ഗംഗെ, മനസ്സിന്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ സ്നേഹിക്കുന്ന ജീവസും ഓജസ്സും ഉള്ള ഈ ഗംഗയെ നിനക്ക് തിരിച്ചു തരാമെന്നടാ ഞാൻ ഏറ്റത്, ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് പിടിച്ചോടാ. ഭാഗ്യം ചെയ്തവരാ നിങ്ങൾ രണ്ടുപേരും. ലോകത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മനസ്സുകൊണ്ട് ഇത്ര ആഴത്തിൽ പരസ്പരം അറിഞ്ഞു കാണില്ല. സത്യം, സത്യം. ഇനി പൊയ്ക്കോ, തെക്കിനിയിലോ കുക്കിനിയിലോ കഥകളി കാണാനോ അല്ലെങ്കിൽ ആഭരണം വാങ്ങിക്കാനോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ചില്ലറ ജോലി ഇവിടെ ഉണ്ട്. എന്താ? ഭ്രാന്തുള്ളവരുടെ കഴിയുക വലിയ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തിനെ ചികിത്സിക്കുന്നവരുടെ കഴിയുക അതിലും വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് അയക്കട്ടെ. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷമൊന്നുമില്ല. അതെ, ഞാൻ എൻ്റെ അമ്മച്ചേ കേട്ടാ. അയ്യോ വേണ്ട, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതിവിടെ ഉള്ള ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയുമ്പം സമ്മതിച്ച് അനുഗ്രഹിക്കണം. ഇറങ്ങട്ടെ.